രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്ന് പാർലമെന്റിൽ നടക്കും. ബജറ്റിനെതിരെ പാർലമെന്റിൽ ശക്തമായി പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി പ്രതിഷേധത്തിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും ഒന്നും കിട്ടിയില്ല. നമുക്കാകെ ഒരു ആമയാണ് കിട്ടിയത്. ആമ പുറത്ത് കയറി നമ്മൾ ജീവിക്കണം എന്നതാണ് കേന്ദ്ര സർക്കാർ നിലപാടെന്ന് തോന്നുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ ഏറെ പ്രതീക്ഷകൾ രാജ്യത്തിനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന സംസ്ഥാനങ്ങൾ, അതിൽ 3 എണ്ണം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനമാണ്. കേരളവും പശ്ചിമ ബംഗാളും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങൾ. വലിയ പ്രഖ്യാപനങ്ങൾ മുൻകാലങ്ങളിൽ നടത്തിയതുപോലെ തന്നെ ധനമന്ത്രി ഈ ഒരു ബജറ്റ് പ്രസംഗത്തിൽ നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും നിരാശർ എന്ന പ്രതികരണമാണ് ഈ ബജറ്റ് അവതരണത്തിന് ശേഷം ഈ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടികളുടെ, പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസും കടുത്ത പ്രതിഷേധം ബജറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കൃത്യമായി പാർലമെന്റിൽ പ്രതിഫലിക്കുക ഇന്നായിരിക്കും. ഇന്ന് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ച ആരംഭിക്കുകയാണ്. ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് 18 മണിക്കൂർ ചർച്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ബജറ്റിനോടുള്ള പ്രതികരണം താൻ പാർലമെന്റിൽ ഇന്ന് അറിയിക്കാം എന്നായിരുന്നു പ്രതികരിച്ചത്. ഇത്തരത്തിൽ ശക്തമായ പ്രതിഷേധം പാർലമെന്റിൽ ഉണ്ടാകുമെന്ന ഉറപ്പാണ്. അത് ബജറ്റിനോടുള്ള പ്രതികരണമായി മാത്രമല്ല, നേരത്തെ തന്നെ ഉന്നയിച്ച മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതും SIR-ഉം എന്നീ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടും. ഇതോടൊപ്പമാണ് പ്രതിപക്ഷത്തിന് ലഭിച്ചിരിക്കുന്ന പുതിയ ആയുധം എപ്സ്റ്റീൻ ഫയൽ വിഷയവും ഈ ഒരു ഘട്ടത്തിൽ പാർലമെന്റിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ആരോപണങ്ങളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയെങ്കിലും വിദേശകാര്യ മന്ത്രാലയം അതെല്ലാം പാടെ നിഷേധിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ പാർലമെന്റിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ഭരണപക്ഷത്തിന് മറുപടി പറയേണ്ടി വരും, പ്രധാനമന്ത്രിയെ പ്രതിരോധിക്കേണ്ടി വരും. അത് എന്തെല്ലാമായിരിക്കും ഭരണപക്ഷം മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതും ശ്രദ്ധേയമാണ്. ശക്തമായ ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടലിന് സഭാസ്തംഭനത്തിനും സഭാതലം സാക്ഷ്യം വഹിക്കും എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ് എസ് കെ എൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.